ഹലോ ഫ്രണ്ട്സ്, ഫിനിക്സ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2010 പുറത്തിറങ്ങിയ ഗളിവേഴ്സ് ട്രാവൽസ് എന്നുള്ള അമേരിക്കൻ മൂവിയെ പറ്റിയാണ്. ഒരു അമേരിക്കൻ പത്രക്കമ്പനിയുടെ ജേർണലിസ്റ്റാണ് നമ്മുടെ നായകനായിട്ടുള്ള ഗളിവർ. ജോലിയുടെ ഭാഗമായി ബെർമുഡ ട്രയാങ്കിളിലേക്ക് യാത്ര തിരിക്കുകയും അവിടെ വെച്ചുണ്ടാകുന്ന തിരമാലയും കൊടുങ്കാറ്റിലും അകപ്പെട്ട് തൻ്റെ ബോട്ട് നഷ്ടമാവുകയും തുടർന്ന് ബോധരഹിതനായി ലില്ലിപുട്ട് എന്നുള്ള രാജ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന നല്ലൊരു കഥയാണിത്. ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ രാജ്യത്തുള്ള ആൾക്കാർക്ക് താരതമ്യേന വലിപ്പം കുറവായിരുന്നു. ഏകദേശം ഉറുമ്പിനോളം മാത്രമേ അവർക്ക് വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കഥാനായകനായ ഗളിവർ രാക്ഷസനായി തോന്നിക്കുകയും തുടർന്നുണ്ടാകുന്ന രസകരമായ അനുഭവങ്ങളുമാണ് ഈ കഥയിൽ പറയുന്നത്. നമുക്ക് കഥയിലേക്ക് പോകാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഇത് പ്രയോജനപ്പെടും. ഈ കഥ തുടങ്ങുന്നത് ന്യൂയോർക്ക് സിറ്റിയിലെ തിരക്കേറിയ ഭാഗം കാണിച്ചുകൊണ്ടാണ്. അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റി എന്ന നഗരത്തിൽ ചെറിയൊരു അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മുടെ കഥാനായകനായ ഗളിവർ ജീവിക്കുന്നത്. ആളിപ്പം മടിയുള്ള കൂട്ടത്തിലാണ്. രാവിലെ ഉറക്കമെഴുന്നേറ്റ ഉടൻ തൻ്റെ സൂപ്പർ ഹീറോ ടോയ്സുമായി കുറേ നേരം കളിച്ചതിന് ശേഷമാണ് തൻ്റെ പ്രഭാത കൃത്യങ്ങൾ തുടങ്ങുന്നത്. അതിനുശേഷം ഗളിവർ തൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ്. അമേരിക്കയിലെ ഒരു പ്രമുഖ പത്ര ഓഫീസിലാണ് നമ്മുടെ ഗളിവർക്ക് ജോലി. ഗളിവർ തൻ്റെ ഓഫീസിലെത്തി. അതിനുശേഷമാണ് ഒരു പയ്യൻ അവിടെ ജോലി ചെയ്യാനായിട്ട് എത്തുന്നത്. അവൻ്റെ പേരാണ് ഡാൻ. ഗളിവർ വർക്ക് ചെയ്യുന്ന ആ സെയിം ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അവന് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഗളിവർക്ക് അവിടുത്തെ മെയിൽ സെക്ഷനിലാണ് ജോലി. ഇപ്പോൾ വന്ന ഡാനിനും ആ സെയിം ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗളിവർ ഡാനിന്റെ ബോസ് ആയിട്ട് വരും. അങ്ങനെ അവർക്കിടയിൽ ഒരു സൗഹൃദം ഉടലെടുത്തു. അന്നത്തെ ദിവസത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ഗളിവർക്ക് അതേ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയോട് ക്രഷ് ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് ഡാർസി സിൽവർ. ഡാർസി അവിടെ ജേർണലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഗളിവർക്ക് അവളെ വർഷങ്ങളായിട്ട് അറിയാമെങ്കിലും അവളോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല. അവസരങ്ങൾ പലതും ഉണ്ടായിരുന്നിട്ടും തൻ്റെ എപ്പിടിപ്പ് മൂലം അവളോട് തൻ്റെ സ്നേഹം തുറന്നു പറയാനായിട്ട് ഗളിവറിന് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ വൈകുന്നേരം ഗളിവറിനെ കാണാനായി ഡാൻ വരികയുണ്ടായി. ഡാനിൻ്റെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനായിരുന്നു അവൻ്റെ വരവ്. ഡാൻ കയറിയതിൻ്റെ അന്ന് തന്നെ തനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് അറിയിക്കാനാണ് ഡാൻ എത്തിയത്. മെയിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടാണ് അവന് പ്രൊമോഷൻ കിട്ടിയത്. ഈ വാർത്ത കേട്ട ഗളിവർ മാനസികമായി വളരെ തകർന്നു. ഗളിവറിന് ഡാനിനോട് അസൂയയും കുശുമ്പും എല്ലാം തോന്നി. ഗളിവൻ ആ സ്ഥാപനത്തിൽ 10 വർഷത്തോളമായി വർക്ക് ചെയ്യുകയാണ്. പട്ടിയെപ്പോലെ പണിയെടുത്തിട്ടും തനിക്ക് ഇതുവരെ ഒരു പ്രൊമോഷനും തേടിയെത്തിയില്ല. പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, തനിക്ക് അല്പം ബഹുമാനം കിട്ടുമെന്നെങ്കിലും വിചാരിച്ചു. അതും കിട്ടിയില്ല. ഈ അവസ്ഥയിലുള്ള തന്നെ മൈൻഡാക്കാതെ കമ്പനി വന്ന ദിവസം തന്നെ അവന് പ്രൊമോഷൻ കൊടുത്തത് ഗളിവറിന്റെ മനസ്സിന് അതിയായ വിഷമം ഉണ്ടാക്കി. അത് ഡാനിനും മനസ്സിലായി. അവൻ പറഞ്ഞു, ഈ മേഖലയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നെറ്റ്വർക്കിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ശോഭിക്കാൻ കഴിയുള്ളൂ എന്ന് അവൻ പറയുകയുണ്ടായി. ആളുകളോട് സംസാരിക്കാൻ പേടിയുള്ള ഒരാൾക്ക് ഈ ജോലി ക്ലേശകരമാണോ എന്നുള്ള കാര്യം അവൻ കൂട്ടിച്ചേർത്തു. ഈ പറഞ്ഞ സ്കില്ലുകളെല്ലാം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മാത്രമേ പ്രൊമോഷൻ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം ഡാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വിഷമത്തിലായ ഗളിവർ കുറച്ചുനേരം അവിടെ ഇരുന്നതിന് ശേഷം ഓഫീസിൽ നിന്ന് ഇറങ്ങി. അവന്റെ മുഖമാകെ വിഷമത്തിൽ മുങ്ങിയിരുന്നു. അതവന്റെ നടപ്പിലും പ്രകടമായി. ഇറങ്ങി വരുന്ന വഴിക്കാണ് ഡാർസിയുടെ റൂം. ലേറ്റായിട്ടും തന്റെ ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഡാർസി. അവൻ അവളോട് സംസാരിക്കാൻ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് അതിന് പറ്റിയ അവസരമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. കാരണം സമയം ഒരുപാടായതുകൊണ്ട് തന്നെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവൻ അവളോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. ഗളിവർ സർവ്വദൈവങ്ങളെ മനസ്സിൽ വിളിച്ച് ധൈര്യം സംഭരിച്ചു. തൻ്റെ കൂടെ ഒരു ഡേറ്റിന് വരുമോ എന്ന് ചോദിക്കാൻ അവളടുക്കെ മെല്ലെ നടന്നു നീങ്ങി. അവളടുക്കെ എത്താറായപ്പോഴേക്കും നമ്മുടെ ഗളിവറുടെ ധൈര്യമെല്ലാം ചോർന്നുപോയി.
അങ്ങനെ അവൻ അവളുടെ അടുത്ത് പോയി അവളുടെ മേശപ്പുറത്തിരുന്ന കുറച്ച് പേപ്പറും എടുത്ത് തിരിഞ്ഞു നടന്നു. അപ്പോഴാണ് ഡാർസി അവനെ തിരിച്ചു വിളിക്കുന്നത്. നമ്മുടെ കമ്പനിയിൽ ട്രാവൽ വ്ലോഗ്സിൽ ഒഴിവുകൾ വന്നിട്ടുണ്ടെന്നും തനിക്കതിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യാം എന്നാണ് ഡാർസി അവനോട് പറഞ്ഞത്. ഗളിവറിന്റെ മനസ്സിൽ ലഡ്ഡു. ഡാർസി ആദ്യമായി ഒരു കാര്യം പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ഗളിവർ അത് അംഗീകരിച്ചു. ട്രാവൽ വ്ലോഗെങ്കിൽ ട്രാവൽ വ്ലോഗ് അതങ്ങ് ചെയ്തേക്കാമെന്ന് ഗളിവർ തീരുമാനിക്കുകയാണ്. ട്രാവൽ വ്ലോഗ് ജോലി ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ട്രാവൽ വ്ലോഗ് എഴുതി സബ്മിറ്റ് ചെയ്യണം. വീട്ടിലെത്തിയ ഗളിവർ ഇന്റർനെറ്റിൽ തപ്പി നല്ലൊരു ട്രാവൽ വ്ലോഗ് കണ്ടെത്തിയിരിക്കുകയാണ്. അത് അവൻ കോപ്പി പേസ്റ്റ് ചെയ്തു. ട്രാവൽ വ്ലോഗ് എഴുതുക എന്നുള്ളത് ലവലേശം ബുദ്ധിമുട്ടുള്ള ഒരു പണിയായിട്ടാണ് നമ്മുടെ ഗളിവർ കണ്ടിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ താൻ എഴുതിയ ട്രാവൽ ബ്ലോഗുമായി അവൻ ഡാർസിയെ സമീപിച്ചു. ഇത് വായിച്ച ഡാർസി വളരെയധികം ഇംപ്രസ്ഡ് ആയി. അവൻ ഇതെല്ലാം നല്ല രീതിയിൽ എഴുതാൻ കഴിയുമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ മറ്റൊരു ടാസ്ക് അവനെ ഏൽപ്പിക്കുകയാണ്. കടലിലുള്ള ബെർമുഡ ട്രയാങ്കിൾ എന്ന സ്ഥലത്ത് പോയി വേണം ഇത് റിസർച്ച് നടത്തി എഴുതാനായി. പണ്ട് കാലത്ത് വളരെയധികം കപ്പലുകൾ ഈ ബെർമുഡ ട്രയാങ്കിളിൽ വെച്ച് അപ്രത്യക്ഷമായിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഒരു വിവരണം തയ്യാറാക്കാൻ ഗളിവർ തനിക്ക് കിട്ടിയ ഈ അവസരം മുതലെടുക്കാൻ തീരുമാനിച്ചു. അവിടെ എത്താനുള്ള ബോട്ടും ഗൈഡിനെയും ഡാർസി തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഗളിവർ ബെർമുഡ എന്ന സ്ഥലത്തേക്ക് ഫ്ലൈറ്റിൽ കയറി യാത്ര തിരിച്ചു. അവനവിടെ എത്തിയപ്പോൾ തന്നെ ഡാർസി പറഞ്ഞ ഗൈഡ് അവനെ സ്വീകരിക്കാനായി അവിടെ ഉണ്ടായി. അയാൾ അവനെ വാടകയ്ക്കെടുത്തൊരു ബോട്ടിലേക്ക് കൊണ്ടുപോയി. ആ ബോട്ടിന്റെ ഉപയോഗക്രമത്തെ പറ്റി ഗളിവറിന് അയാൾ തന്നെ പറഞ്ഞു കൊടുത്തു. ബോട്ട് ഓട്ടോമാറ്റ് ആയതുകൊണ്ട് തന്നെ ഗളിവറിന് പണി കുറവാണെന്ന് ഗളിവർ തന്നെ മനസ്സിലാക്കി. അങ്ങനെ ഗളിവർ വളരെയധികം ധൈര്യത്തിൽ യാത്ര പുറപ്പെട്ടു. ആദ്യമെല്ലാം വളരെയധികം എൻജോയ്മെന്റിലാണ് ആദ്യത്തെ കുറെ നിമിഷങ്ങൾ കടന്നുപോയത്. അതിലുണ്ടായിരുന്ന മാഗസിൻ എടുത്ത് വായിച്ച ഗളിവർ കുറെ അധികം സോഫ്റ്റ് ഡ്രിങ്ക്സും കുടിച്ചുകൊണ്ടേയിരുന്നു. വായിച്ചുകൊണ്ടിരിക്കവേ തന്നെ ഗളിവർ അവിടെ കിടന്നുറങ്ങി പോവുകയാണ്. ഉറക്കമെഴുന്നേറ്റ ഗളിവർ കണ്ട കാഴ്ച കണ്ട് ഒരു ഭീമാകാരനായ തിരമാല തന്റെ ബോട്ടിനരികിലേക്ക് വരികയാണ്. അവൻ ആ തിരമാല കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അധികം വൈകാതെ തന്നെ ആ തിരമാല അവന്റെ ബോട്ടിൽ ആഞ്ഞടിച്ചു. ഗളിവർ തന്റെ ബോട്ടിൽ ഉണ്ടായിരുന്ന ലൈഫ് ജാക്കറ്റ് എടുത്തിട്ടു. എന്തോ ഭാഗ്യത്തിന് ആ തിരമാലയിൽപ്പെട്ട് ബോട്ട് നല്ലപോലെ ഉലഞ്ഞെങ്കിലും ബോട്ട് മുങ്ങിയില്ല. ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന മനസ്സമാധാനത്തിൽ ഗളിവർ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട ഞെട്ടിക്കുന്നൊരു കാഴ്ചയായിരുന്നു. ഇത്തവണ വില്ലനായി വന്നത് ഒരു വലിയ ചുഴലിക്കാറ്റായിരുന്നു. അത് ബോട്ടിൽ ആഞ്ഞടിക്കുകയും ബോട്ടിനെ ചുഴറ്റി മുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ചുഴലിൽപ്പെട്ട ബോട്ടിനെ അത് അതിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്തു. ഒരു ഉറക്കെ നിലവിളിയോടുകൂടി ഗളിവറിനെ അവിടെ കാണാതാവുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം ഗളിവറിന് ബോധം വന്നപ്പോൾ ഗളിവർ ഒരു കടൽക്കരയിലാണ്. പക്ഷെ അവന് അനങ്ങാനോ ഒന്നിനും സാധിച്ചിരുന്നില്ല. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഗളിവർ തന്റെ തല ഉയർത്തി നോക്കി. അപ്പോഴാണ് അവൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. വളരെയധികം നീളം കുറഞ്ഞ മനുഷ്യർ തന്റെ ശരീരത്തിന് മുകളിൽ കയറി നിൽക്കുന്നതാണ് അവൻ കണ്ട കാഴ്ച. അവരെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഗളിവർ ആശ്ചര്യപ്പെട്ടു. ഇത്രയും ചെറിയ മനുഷ്യരെ അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോഴാണ് ആ രാജ്യത്തിന്റെ സേനാനായകനായ എഡ്വേർഡ് എഡ്വാർഡി എന്ന മനുഷ്യൻ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നത്. ഗളിവർ ലില്ലിപുട്ട് എന്നുള്ള രാജ്യത്ത് വന്നുപെട്ടിരിക്കുകയാണ്. അവിടുത്തെ കടൽക്കരയിൽ തന്നെ ഗളിവറിന്റെ കൈയും കാലും അവർ ബന്ധിച്ചിരുന്നു. അവന് ചുറ്റും ആ നീളം കുറഞ്ഞ മനുഷ്യർ മാത്രമേ ആ രാജ്യത്ത് ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം ആ രാജ്യത്തിന്റെ പടയാളികളായിരുന്നു. ഗളിവറിനെ കണ്ട എഡ്വേർഡ് അവനെ പറഞ്ഞത് ബീസ്റ്റ് എന്നാണ്. അതായത് തന്റെ ജീവിതത്തിൽ ഇത്രയും വലിപ്പമുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അവൻ ഒരു രാക്ഷസനാണെന്ന് അവർക്ക് തോന്നി. ബീസ്റ്റ് എന്ന വിളി കേട്ട് ഗളിവർ ഉറക്കെ കരഞ്ഞു. അവൻ അവിടുന്ന് ചാടി എഴുന്നേറ്റു. അതിന്റെ ആഘാതത്തിൽ തന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന കുറെ പേർ നിലത്ത് വീഴുകയാണ്. തന്റെ ശരീരത്തിൽ ബന്ധിച്ചിരുന്ന കയറുകൾ അവൻ വലിച്ചു പൊട്ടിച്ചു. ഗളിവറിന് ഇതിനൊന്നും വലിയ ആയാസം വേണ്ടി വന്നില്ല. ഇത്രയും ചെറിയ കയറുകൾ കൊണ്ടാണ് ഗളിവറിനെ അവർ ബന്ധനസ്ഥനാക്കിയിരുന്നത്. അവൻ അവിടെയുള്ള കാഴ്ചകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം സ്വപ്നമാണെന്ന് കരുതി തന്റെ കണ്ണുകൾ തിരുമി നോക്കുകയാണ് ഗളിവർ. അപ്പോഴും അവിടെ ഒരു മാറ്റവും സംഭവിച്ചിരുന്നില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കി താൻ കാണുന്നതെല്ലാം സത്യമാണെന്ന്. അതേസമയം എഡ്വേർഡ് തന്റെ പടയാളികളോട് അവനെ ബന്ധനസ്ഥനാക്കാനായി നിർദ്ദേശം നൽകുകയാണ്. അവിടെ നിന്ന് കുറച്ച് പടയാളികൾ കുറച്ച് കയറുപയോഗിച്ച് ഗളിവറിന്റെ നിക്കറിൽ കൊളുത്തിയിടുകയാണ്. അവർ അങ്ങനെ ആഞ്ഞു വലിച്ചു. അധികം താമസിക്കാതെ തന്നെ നമ്മുടെ ഗളിവർ നിലംപതിക്കുകയാണ്. വീണപ്പോൾ തന്നെ ഗളിവറുടെ ബോധം പോയി. കുറച്ചു സമയത്തിന് ശേഷം ബോധം വന്ന ഗളിവർ കാണുന്നത് തന്നെ ഒരു വണ്ടിയിൽ ബന്ധനസ്ഥനാക്കി വലിച്ചുകൊണ്ടു പോകുന്നതാണ്. ലില്ലിപുട്ടിലെ രാജകൊട്ടാരത്തിലേക്കാണ് ആ യാത്ര. ഗളിവറിനെ പോലെ ഒരു ഭീമാകാരനായ ഒരു മനുഷ്യനെ കാണാൻ ആ രാജ്യത്തുള്ള ആൾക്കാരെല്ലാം ഒത്തുകൂടി. എല്ലാവരും ഗളിവറിനെ വളരെ ആകാംക്ഷയോടെയാണ് കണ്ടുനിന്നത്. അധികം താമസിക്കാതെ തന്നെ ഗളിവറിനെ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. ആ രാജ്യത്തിന്റെ രാജാവായ തിയോഡർ രാജാവിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചു. ഇപ്രാവശ്യം ഗളിവറിനെ കയ്യും കാലും നല്ലതുപോലെ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്ന് അനങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. അപ്പോഴാണ് തിയോഡർ രാജാവിന്റെ മകളായ മേരി അവനെ കാണുന്നത്. ഗളിവറിന്റെ അവസ്ഥ കണ്ട് മേരിക്ക് അവനോട് സഹതാപം തോന്നി. മേരി എഡ്വേർഡിനോട് അവനെ ഇത്രയും ബന്ധനസ്ഥനാക്കി കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ എന്ന് തിരക്കി. അതിന് എഡ്വേർഡ് പറഞ്ഞ മറുപടി നമ്മുടെ ശത്രുരാജ്യമായ ലിഫോഷ്യയുടെ
ഒരു സ്റ്റാറിനാണ് ഗളിവർ എന്നാണ്. ഇതേ സമയം തിയോഡർ രാജാവിനോട് ഗളിവർ താൻ എവിടെയാണ് എത്തിപ്പെട്ടതെന്നുമെല്ലാം ചോദിച്ചറിയുകയാണ്. പക്ഷെ അവന് മറുപടി നൽകിയത് രാജാവിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ജിങ്സ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായ ലില്ലിപൊട്ട് സാമ്രാജ്യത്തിലാണ് ഗളിവർ എത്തിച്ചേർന്നതെന്ന് ജിങ്സ് അവനോട് പറഞ്ഞു. ഇത് ഗളിവറിന് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഗളിവറിനെ തന്റെ ഫ്രണ്ട്സും ഓഫീസിലെ കൊളീഗ്സും എല്ലാം കൂടെ ചേർന്ന് പ്രാങ്ക് ചെയ്യുകയാണെന്നാണ് അവൻ കരുതിയത്. അവൻ ആ കൊട്ടാരത്തിൽ എവിടെയെങ്കിലും ക്യാമറയുണ്ടോ എന്ന് ചുറ്റും നിരീക്ഷിച്ചു. അതിനുശേഷം ക്യാമറമായി നിൽക്കുന്നവരെല്ലാം പുറത്തു വരാനായി ഗളിവർ ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞാണ് അതൊരു പ്രാങ്ക് അല്ലെന്നും താൻ ഒരു യഥാർത്ഥ രാജ്യത്തിലാണ് നിൽക്കുന്നതെന്നും അവൻ മനസ്സിലാക്കുന്നത്. അധികം താമസിക്കാതെ തന്നെ ഗളിവറിനെ അവർ തടവിലാക്കി. അവൻ ഇത്രയും വലിപ്പമുള്ളത് കൊണ്ട് തന്നെ അവനെ ഒരു ഗുഹയിലാണ് തടവിലാക്കിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ തടവറയിലെ മറ്റൊരു തടവുകാരനെ ഗളിവർ കാണുന്നത്. അവൻ ലില്ലിപൂട്ട് രാജ്യത്തിലെ ഒരു തടവുകാരൻ തന്നെയാണ്. അവന്റെ പേരാണ് ഹൊറോഷ്യോ. ഹൊറോഷ്യയ്ക്ക് അവിടുത്തെ രാജകുമാരിയായ മേരിയെ വളരെ ഇഷ്ടമായിരുന്നു. അവളെ വിവാഹം കഴിക്കാൻ അതിയായ ആഗ്രഹവും ഉണ്ടായിരുന്നു. ഈ കാര്യം മനസ്സിലാക്കിയ എഡ്വേർഡാണ് അവനെ തുറുങ്കിലടച്ചത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഹൊറോഷ്യോ ഗളിവറിനോട് തുറന്നു പറയുകയാണ്. ഇവരുടെ സംസാരത്തിനിടയിലാണ് എഡ്വേർഡ് അവിടെ കടന്നു വരുന്നത്. അവർ സംസാരിച്ചതെല്ലാം കേട്ടിട്ടാണ് എഡ്വേർഡിന്റെ വരവ്. എഡ്വേർഡിനെ പറ്റി വളരെ മോശമായാണ് ഹൊറോഷ്യയും ഗളിവറും തമ്മിൽ സംസാരിച്ചത്. ഇതെല്ലാം കേട്ടതുകൊണ്ട് തന്നെ വളരെയധികം രോക്ഷാകുലനായാണ് എഡ്വേർഡ് അവരോട് പെരുമാറിയത്. തുടർന്ന് അവരെ ജീവിതകാലം മുഴുവനും ഈ തടവറയിൽ തന്നെ അകത്താക്കാനായി പല വഴിയും നോക്കുമെന്നും എഡ്വേർഡ് പറഞ്ഞു. ഗളിവറിന് ശിക്ഷയായി പല പണികളും എഡ്വേർഡ് കൊടുത്തു. ആ രാജ്യത്തിന്റെ കൃഷിസ്ഥലങ്ങൾ ഉഴുതുമറിക്കാൻ ഗളിവറിനെ ഉപയോഗിച്ചു. വലിയ കലപ്പകളും മറ്റും അവന്റെ ശരീരത്തെ ഘടിപ്പിച്ച് നിലങ്ങളെല്ലാം അവനെ കൊണ്ട് ഉഴുതിമറപ്പിച്ചു. അങ്ങനെ അവൻ പണിയെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് കൊട്ടാരത്തിൽ നിന്ന് ഒരു മണി മുഴങ്ങുന്നത് കേട്ടത്. ശത്രുരാജ്യമായ ബ്ലിഫ്യൂഷ്യ ലില്ലിപുട്ടിനെ ആക്രമിക്കാൻ വരുന്നതിന്റെ വാർണിംഗ് സിഗ്നൽ ആയിരുന്നു അത്. രാജകുമാരിയായ മേരിയെ തട്ടിയെടുക്കാനും ലില്ലിപുട്ടിനെ ബ്ലിഫ്യൂഷ്യയുടെ അധീനതയിലാക്കാനും വേണ്ടിയാണ് ഈ ആക്രമണം. സത്യത്തിൽ ഈ ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു എഡ്വേർഡ്. എഡ്വേർഡിനും മേരിയെ സ്വന്തമാക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജകുമാരിയെ വേറെ ആരും രക്ഷിക്കരുതെന്നും താൻ തന്നെ ഒറ്റയ്ക്ക് രക്ഷിക്കുമെന്നാണ് എഡ്വേർഡ് എല്ലാവരോടും പറഞ്ഞു. ഈ കാര്യങ്ങൾ ഹൊറോഷ്യ കേൾക്കുന്നുണ്ടായിരുന്നു. ഹൊറോഷ്യ ഗളിവറിനോട് ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണ്. തന്റെ മേരിയെ സംരക്ഷിക്കണമെന്നും ബ്ലിഫ്യൂഷ്യ രാജ്യത്തിന്റെ ആക്രമണത്തിൽ നിന്നും തന്റെ രാജ്യത്തെ രക്ഷിക്കണമെന്നും അഭ്യർത്ഥിച്ചു. അങ്ങനെ കൊട്ടാരത്തിൽ രാജകുമാരിയുടെ റൂമിൽ കടന്നു കയറിയ 2 ബ്ലിഫ്യൂഷ്യൻ പടയാളികളെ ഗളിവർ തന്നെ പിടിച്ച് താഴെയിട്ടു. അങ്ങനെ രാജകുമാരിയെ സംരക്ഷിച്ച് താഴെ എത്തിച്ചു. കൊട്ടാരത്തിൽ ആക്രമണം നടന്നതുകൊണ്ട് തന്നെ പല ഭാഗത്തും തീ പടർന്നു. തിയോഡർ രാജാവും സെക്രട്ടറിയായ ജിങ്സും ഉണ്ടായിരുന്ന റൂമിലും വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. ഒരു രീതിക്കും അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അവർ അവിടെ പെട്ടുപോയിരുന്നു. ഇത് കണ്ട ഗളിവർ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി തന്റെ സിബൂരി ആ ഭാഗത്തേക്ക് മൂത്രമൊഴിച്ച് കെടുത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവൻ ആ രാജ്യത്തെ രക്ഷിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട അവിടുത്തെ ജനങ്ങൾ അവനെ വളരെ ആരവത്തോടെയാണ് സ്വീകരിച്ചത്. അവനെ അഭിനന്ദിക്കാനും അവർ മറന്നില്ല. ഇതൊന്നും എഡ്വേർഡിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം എഡ്വേർഡ് രക്ഷിക്കാനായിരുന്ന രാജകുമാരിയാണ് ഗളിവർ രക്ഷപ്പെടുത്തിയത്. അങ്ങനെ രാജ്യത്തെയും രാജാവിനെയും രക്ഷിച്ച ഗളിവറിനെയും ഹൊറോഷ്യയും തടവിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. അതോടൊപ്പം രാജാവ് രാജ്യം സംരക്ഷിച്ചതിന് ഗളിവറിനോട് പ്രത്യേകം നന്ദി പറഞ്ഞു. ആ ദിവസം രാത്രി തന്നെ ഗളിവറിന് വേണ്ടി വലിയൊരു വിരുന്ന് രാജാവ് ഒരുക്കി. ആ വിരുന്നിന് ഗളിവറിനെയും ഹൊറോഷ്യയും അങ്ങനെ എല്ലാവരെയും രാജാവ് വിളിച്ചു. ഇതൊന്നും എഡ്വേർഡിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ വലിയ വിരുന്നിൽ ഗളിവർക്കിരിക്കാൻ ഒരു വലിയ ഇരിപ്പിടമാണ് അവർ തയ്യാറാക്കിയത്. കാരണം അത്രയും വലിയ ഗളിവർക്കിരിക്കാൻ അങ്ങനെ ഒരു കസേര അനിവാര്യമാണ്. അതിനുശേഷം രാജാവ് ഗളിവർ താൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് അവനോട് ചോദിച്ചു. താൻ ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നാണ് വരുന്നതെന്ന് രാജാവിനോട് ഗളിവർ മറുപടി നൽകി. അവന്റെ സംസാരവും ധൈര്യവും കണ്ട നാട്ടുകാർ വിചാരിച്ചത് അവന്റെ രാജ്യത്തിന്റെ പ്രസിഡന്റാണ് അവനെന്ന്. എല്ലാവരും അവനെ ഒരു ധൈര്യശാലിയായും ആരാധനാപാത്രമായി കണ്ടതുകൊണ്ട് തന്നെ ഗളിവറിന് അത് വളരെയധികം സന്തോഷമായി. ഇതുപോലൊരു അംഗീകാരം അവന് ജീവിതത്തിൽ കിട്ടുന്നത് ആദ്യമാണ്. കൂടുതൽ അംഗീകാരം കിട്ടാൻ വേണ്ടി മാൻഹെഡിലെ പ്രസിഡന്റാണ് താനെന്നും പിന്നെ കുറെ ഇല്ലാത്ത കഥകളും അവൻ പറഞ്ഞു വെച്ചു. മാൻഹെഡിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശക്തനായ പ്രസിഡന്റാണ് താനെന്നും പറഞ്ഞു പിടിപ്പിച്ചു. ആ പറഞ്ഞ കഥകളെല്ലാം അവിടെ ഇരുന്നവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ എഡ്വേർഡ് മാത്രം അതൊന്നും വിശ്വസിച്ചില്ല. അങ്ങനെ ഗളിവർ ആ രാജ്യത്തിന്റെ ഭാഗമായി മാറുകയാണ്. അവന് മാത്രമായി ഒരു വലിയ വീട് പണിഞ്ഞു നൽകി. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ആ വീട്ടിൽ ഒരുക്കി. ഗളിവറിന് നാട്ടിൽ ലഭിക്കാത്ത അംഗീകാരവും സൗകര്യമെല്ലാമാണ് ആ രാജ്യത്തുള്ളവർ അവന് നൽകിയത്. ഇതിനെ കാണാനായി വലിയൊരു തിയേറ്റർ തന്നെ അവർ പണിതു കൊടുത്തു. ആ തിയേറ്ററിൽ വെച്ച് നടത്തിയ നാടകങ്ങളെല്ലാം അവിടുത്തെ ജനങ്ങളുടെ കൂടെ ഇരുന്ന് തന്നെ അവൻ കണ്ടു. ടൈറ്റാനിക് കപ്പലിന്റെ കഥ അവിടെ നാടകമായി പ്രദർശിപ്പിച്ചു. അത് അവന്റെ കഥയാണെന്ന് അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഈ കഥ കേട്ട എഡ്വേർഡിന് ഒരു സംശയം തോന്നി. കടലിൽ മുങ്ങിപ്പോയ ഗളിവർ എങ്ങനെ ജീവനോടെ ഇവിടെ വന്നെന്ന്.
ആ സംശയം കേട്ട ഗളിവർ ചൂളിപ്പോകുകയാണ്. ഗളിവർക്ക് പറയാൻ മറുപടിയൊന്നും ഇല്ലാതെ ആകെ വിയർത്തു. താൻ ഉയർത്തെഴുന്നേറ്റതാണെന്ന് കളവ് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ഓരോ ദിവസവും വളരെയധികം സന്തോഷത്തോടെ കടന്നുപോയി. ഹൊറോഷിയുമായി ഗളിവറിന് വളരെ അടുത്തൊരു ബന്ധമാണുള്ളത്. അങ്ങനെ ഇരിക്കെ തന്നെ ഗളിവറിനോട് ഒരു സഹായം ചോദിക്കുകയാണ്. പ്രിൻസസ് മേരിയെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോന്നാണ് അവൻ ചോദിച്ചത്. ഇതിനായി അവനെ ഒന്ന് സഹായിക്കുമോ എന്നാണ് അവന്റെ ഇപ്പോഴത്തെ ആവശ്യം. ഹൊറോഷിയുടെ ആഗ്രഹം കേട്ട ഗളിവർ അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് ഉറപ്പു പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കൊട്ടാരത്തിന് മുന്നിലെത്തി. അതിനുശേഷം പ്രിൻസസ് മേരിയെ കാണുകയാണ്. നമ്മുടെ പ്രിൻസസ് മേരിക്ക് ഹൊറോഷിയോനോട് പണ്ട് മുതലേ ഒരു ചെറിയ ഇഷ്ടമുണ്ട്. ഇത്തവണ ഹൊറോഷിയോ പ്രിൻസസ് മേരിയുടെ അടുത്ത് ചെന്നിട്ട് മേരിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടിക്കൊടുക്കുകയാണ്. പക്ഷെ ആ പാട്ടിന്റെ വരികൾ നല്ലതുപോലെ പാടാൻ ഹൊറോഷിക്ക് അറിയില്ലായിരുന്നു. അപ്പോഴാണ് കൊട്ടാരത്തിന്റെ പിറകിൽ ഒളിച്ചിരുന്ന ഗളിവർ ആ പാട്ടിന്റെ വരികൾ പറഞ്ഞു കൊടുത്തു. ഹൊറോഷിയോയുടെ പാട്ട് കേട്ട് പ്രിൻസസ് മേരിക്ക് അവനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അപ്പോഴാണ് എഡ്വേർഡ് അവളെ അകത്തേക്ക് വിളിക്കുന്നത്. എഡ്വേർഡ് അവളെ വിളിച്ചത് അവന്റെ ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ആ രാജ്യത്തെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ എഡ്വേർഡ് സ്വാഭാവികമായി മേരിയെ വിവാഹം ചെയ്യാൻ ഏറ്റവും യോഗ്യൻ അവനായിരുന്നു. പക്ഷേ പ്രിൻസസ് മേരിക്ക് അവന്റെ സമീപനത്തിനോട് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവനെ അങ്ങനെ ഒഴിവാക്കാനും പറ്റില്ല. കാരണം ആ രാജ്യത്തിന്റെ കമാൻഡിംഗ് ചീഫാണ് അവൻ. ഇതേ സമയം ലില്ലിപൊട്ട് രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് കുറച്ച് പടയാളികൾ ഗളിവറിന്റെ തകർന്ന ബോട്ടും അവന്റെ നഷ്ടമായ സാധനങ്ങളും അന്വേഷിച്ച് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. അവസാനം അവർ ആ ബോട്ടും നഷ്ടപ്പെട്ട സാധനങ്ങളും കണ്ടെത്തി. അവൻ അവിടെ നിന്ന് ആദ്യം കണ്ടെത്താൻ ശ്രമിച്ചത് തന്റെ നഷ്ടപ്പെട്ടു പോയ ഫോണായിരുന്നു. ആ ഫോൺ എടുത്തു നോക്കിയപ്പോൾ ഫോണിന് ഒരു കുഴപ്പവും സംഭവിച്ചിരുന്നില്ല. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഡാർസിയുടെ 12 വോയിസ് മെസ്സേജ് ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നു. അവൾ എന്താണ് പറയുന്നതെന്ന് അറിയാൻ ഗളിവർ ആകാംക്ഷയോടെ ആ വോയിസ് മെസ്സേജ് എല്ലാം കേട്ടു. അത് ശരിക്കും അവനെ കുറ്റപ്പെടുത്തി ദേഷ്യത്തിലുള്ള മെസ്സേജുകളായിരുന്നു. അവൻ ആദ്യം എഴുതി കൊടുത്ത ട്രാവൽ ബ്ലോഗ് അവൻ കോപ്പി അടിച്ചാണ് എഴുതിയിട്ടുള്ളതെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. അവന്റെ കള്ളത്തരം കണ്ടെത്തിയതിന്റെ ദേഷ്യത്തിലാണ് ഡാർസി. ഇനി ആ റിസർച്ച് ഡാർസി തന്നെ വന്ന് ചെയ്യണം. കാരണം ഗളിവർക്ക് ട്രാവൽ ബ്ലോഗ് എഴുതാനുള്ള കഴിവില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ഇതെല്ലാം കേട്ട ഗളിവർക്ക് വളരെയധികം സങ്കടം തോന്നി. ഇനി അവന്റെ നാട്ടിലേക്ക് പോകാൻ അവന് യാതൊരുവിധ താല്പര്യവുമില്ല. തിരികെ പോയാൽ തന്നെ ഡാർസിയെ അവൻ ഫേസ് ചെയ്യേണ്ടി വരും. വളരെയധികം കുറ്റബോധത്തോടുകൂടി ലില്ലിപുട്ടിൽ തന്നെ സ്ഥിരതാമസമാക്കാൻ തീരുമാനിക്കുകയാണ്. ഗളിവർ തന്റെ തീരുമാനം ലില്ലിപുട്ടിന്റെ രാജാവിനെ അറിയിച്ചു. എന്നാൽ എഡ്വേർഡിന് ആ തീരുമാനത്തിൽ സംശയമുണ്ടായി. അതവൻ തിയോഡർ രാജാവിനോട് പറയുകയുണ്ടായി. എന്നാൽ ആ രാജാവ് എഡ്വേർഡിന്റെ വാക്കുകൾ വിശ്വസിച്ചിരുന്നില്ല. കാരണം ഗളിവറിനെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു രാജാവിന്. ഗളിവർ ആ രാജ്യത്ത് സ്ഥിരമായി താമസിക്കുന്നുവെന്ന സന്തോഷ വാർത്ത കേട്ട് എഡ്വേർഡിന്റെ ആ പദവി ഗളിവറിന് നൽകുകയാണ്. എഡ്വേർഡിനെ വൈസ് ജനറലായിട്ട് സ്ഥാനം മാറ്റി. എഡ്വേർഡിന് ഇതൊന്നും ശരിക്കും ഇഷ്ടമായില്ല. അവന് ഗളിവറിനോടും രാജാവിനോടും വല്ലാത്ത ദേഷ്യം തോന്നി. അവൻ ഈ രാജ്യവും രാജാവിനെയും നശിപ്പിക്കാനുള്ള ദേഷ്യം വന്നു. എഡ്വേർഡ് അതിന്റെ പ്രതികാരത്തിന് ലില്ലിപുട്ടിന്റെ ഡിഫൻസ് സിസ്റ്റം മൊത്തം ഷട്ട് ഡൗൺ ചെയ്തു. ലില്ലിപുട്ടിന്റെ ഡിഫൻസ് സിസ്റ്റം ഓഫായാൽ അത് ബ്ലഫേഷ്യ ആർമിക്ക് അറിയാൻ കഴിയുമായിരുന്നു. ഉടൻ അവർ ആക്രമണത്തിന് തയ്യാറാകുമെന്ന് എഡ്വേർഡ് മനസ്സിൽ കണ്ടിരുന്നു. ബ്ലഫേഷ്യ അധികാരികളും പടയാളികളും ഇങ്ങനൊരു അവസരത്തിനായി നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ലില്ലിപുട്ടിന്റെ ഡിഫൻസ് സിസ്റ്റം ഓഫായി കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് തന്നെ പറ്റിയ അവസരമെന്ന് അവരും വിചാരിച്ചു. ഉടൻ തന്നെ ലില്ലിപുട്ടിനെ ആക്രമിക്കാൻ തയ്യാറെടുപ്പുകൾ തുടങ്ങി. പടക്കപ്പലുകൾ ആർജവത്തോടെ നിരന്നു അക്രമം അഴിച്ചുവിട്ടു. 1000-ലേറെ വരുന്ന പീരങ്കികൾ ലില്ലിപുട്ടിന് നേരെ നിറയൊഴിച്ചു. പ്രതീക്ഷിക്കാതെ വന്ന ആക്രമണമായതിനാൽ ഒരു തയ്യാറെടുപ്പും ലില്ലിപുട്ടിന് ഉണ്ടായിരുന്നില്ല. ലില്ലിപുട്ടിന്റെ ഇപ്പോഴത്തെ ജനറൽ കമാൻഡർ ഗളിവറാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം തടഞ്ഞു നിർത്തേണ്ടത് അവന്റെയും കൂടി ആവശ്യമാണ്. ഗളിവർ ഒരു അറ്റ കൈ തന്നെ പ്രയോഗിക്കാൻ തീരുമാനിക്കുകയാണ്. ഗളിവർ തന്റെ ഷർട്ട് ഊരിയിട്ട് കടലിലേക്ക് നടന്നു. ഏഷ്യ പടയാളികൾ വന്നുകൊണ്ടിരുന്ന കപ്പലിലേക്ക് വെള്ളം തെറിപ്പിക്കാൻ തുടങ്ങി. ഗളിവർ അത്രയും വലിയ മനുഷ്യനായതുകൊണ്ട് തന്നെ കപ്പലുകൾ അവന് മുന്നിൽ ചെറുതായിരുന്നു. കപ്പലുകൾ അവന് നേരെ പലതവണ വെടിയുതിർത്തെങ്കിലും അവന് ചെറിയ കല്ലുകൾ കൊള്ളുന്നത് പോലെ തോന്നിയുള്ളൂ. അതിനുശേഷം അവൻ അതിലെ ഓരോ കപ്പലുകളുടെ കയറുകളിൽ പിടിച്ച് വലിച്ച് ഓരോ ദിശയിലേക്കും വലിച്ചു വിടുകയാണ്. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്നവൻ ലിഫോഷ്യ എന്ന രാജ്യത്തെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു വലിയ ആക്രമണത്തിൽ നിന്ന് ലില്ലിപുട്ടിനെ അവൻ രക്ഷിക്കുകയാണ്. അങ്ങനെ ഗളിവറിന്റെ എല്ലാ ആഗ്രഹങ്ങളും ലില്ലിപുട്ടിലെ ജനത സാധിച്ചു കൊടുക്കാൻ തുടങ്ങി. ഗളിവർ പറഞ്ഞതുപോലെ വലിയ കൊട്ടാരങ്ങളും ന്യൂയോർക്ക് സിറ്റിയിലെ ടൈംസ് സ്ക്വയർ പോലെ മറ്റൊരു ബിൽഡിങ്ങും അവിടെ നിർമ്മിച്ചു നൽകി. അനവധി കൊട്ടാരങ്ങളും അവിടെ ഉയർന്നു. ഗളിവറിന്റെ തുണികൾ തയ്ക്കാൻ വേണ്ടി മാത്രം അവിടെ ഒരു വ്യവസായം തുടങ്ങി. അവന് മുടി വെട്ടുന്നതിന് വേണ്ടിയും മസാജ് ചെയ്യുന്നതിനും വേണ്ടിയും പ്രത്യേകമായ പടയാളികൾ അവനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എഡ്വേർഡ് ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് പ്രിൻസസ് മേരിയുടെ റൂമിലേക്ക് കടന്നു വരുന്നത്. അയാളുടെ ആ കടന്നുകയറ്റം പ്രിൻസസ് മേരി ചോദ്യം ചെയ്തു. പ്രിൻസസ് മേരിയെ എപ്പോൾ വേണമെങ്കിലും തനിക്ക് കല്യാണം കഴിക്കാമെന്നും അവളുടെ റൂമിൽ എപ്പോൾ വേണമെങ്കിലും കയറാനുള്ള അധികാരം തനിക്കുണ്ടെന്നും എഡ്വേർഡ് പറഞ്ഞു. അവന്റെ ആ സംസാരം കേട്ട് പ്രിൻസസ് മേരി തുറന്നടിച്ച് പറയുകയാണ് അവനെ തനിക്ക് ഒട്ടും ഇഷ്ടമല്ല. വേറെ ആരെ കല്യാണം കഴിക്കേണ്ടി വന്നാലും എഡ്വേർഡിനെ കല്യാണം കഴിക്കത്തില്ല എന്ന്
അവൾ തുറന്നു പറയുകയാണ്. ഇത് കേട്ട എഡ്വേർഡിന് അതൊരു അപമാനമായി പോയി. എഡ്വേർഡ് വളരെയധികം കോപിതനായി ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവിടെ നിന്ന് ഇറങ്ങിയ എഡ്വേർഡ് പോയത് ബ്ലഫേഷ്യ രാജ്യത്തിന്റെ രാജാവിന്റെ അടുക്കലായിരുന്നു. ബ്ലഫേഷ്യ രാജാവുമായി അവനൊരു കരാറുണ്ടാക്കി. പ്രിൻസസ് മേരിയെ കല്യാണം കഴിക്കാനായി അവനായി സഹായിക്കാൻ അഭ്യർത്ഥിച്ചു. അതേസമയം ഗളിവറിന്റെ ബോട്ടിൽ നിന്നും ഒരു ബുക്ക് കണ്ടെത്തിയിരിക്കുകയാണ്. കഥയുടെ തുടക്കത്തിൽ ഗളിവർ ബോട്ടിലിരുന്ന് വായിച്ച ആ സെയിം ബുക്ക്, ഒരു റോബോട്ടിനെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളായിരുന്നു ആ ബുക്കിലുള്ളത്. ആ ബുക്ക് തന്നെയാണ് എഡ്വേർഡ് ഗളിവറിന്റെ തകർന്ന ബോട്ടിൽ നിന്നും കണ്ടെത്തിയത്. ആ ബുക്കിന്റെ സഹായത്തോടെ ഒരു വലിയ റോബോട്ടിനെ ഉണ്ടാക്കാൻ തന്നെയാണ് എഡ്വേർഡിന്റെ തീരുമാനം. അതിന് ബ്ലഫേഷ്യ രാജാവ് സഹായം നൽകുമെന്ന് ആഹ്വാനം ചെയ്തു. അങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നുപോയി. ഗളിവർ വലിയ സന്തോഷത്തിലാണ് ലില്ലിപുട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ന്യൂയോർക്ക് സിറ്റിയിലെ ടൈംസ് സ്ക്വയർ പോലത്തെ നഗരം തന്നെ ഗളിവർ അവിടെ പണിഞ്ഞു. അവൻ അവിടെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് അപായ സൂചനയുടെ മണി മുഴങ്ങിയത്. കൊട്ടാരം ആക്രമിക്കാൻ ആരൊക്കെ വരുന്നുണ്ട്. ഇതറിഞ്ഞ ഗളിവർ അന്നേരം തന്നെ യുദ്ധത്തിനായി തയ്യാറെടുത്തു. ഒരു യുദ്ധത്തിനാണെങ്കിലും ഗളിവറിന് ഒരു പേടിയുമില്ലായിരുന്നു. കാരണം അവനേക്കാൾ ചെറിയ മനുഷ്യരെ മാത്രമേ അവന് നേരിടേണ്ടി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെയധികം ലാഘവത്തോടുകൂടെയാണ് ഗളിവർ ഭൂമിയിലേക്ക് എത്തിയത്. യുദ്ധത്തിനായി കളത്തിലിറങ്ങിയ ഗളിവർ ഞെട്ടിപ്പോയി. ഇത്തവണ കൊട്ടാരം ആക്രമിക്കാൻ എത്തിയിരിക്കുന്ന ഒരു റോബോട്ടാണ്. അതും അവനോളം വലിപ്പമുള്ള ഒരു റോബോട്ട്. ആ റോബോട്ടിനെ നിയന്ത്രിക്കുന്നത് എഡ്വേർഡ് ആണ്. ആ റോബോട്ടിന്റെ അകത്തിരുന്ന എഡ്വേർഡ് ഗളിവറിനെ പോരിനെ വിളിച്ചു. ആ വെല്ലുവിളി ഏറ്റുവാങ്ങിയ ഗളിവർ അവനുമായി പോരിടുകയാണ്. ഗളിവറിന് അവനോട് പോരിടുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. തിരിഞ്ഞോടിയാൽ ലില്ലിപുട്ടിലെ ജനങ്ങൾ അവനെ ഒരു ഭീരുവായി കാണും. ഗളിവർ ആദ്യം തന്നെ റോബോട്ടിന്റെ മുന്നിൽ ചെന്ന് അതിനെ ഒന്ന് തള്ളി നോക്കി. റോബോട്ട് ഒന്ന് അനങ്ങിയത് പോലുമില്ല. അങ്ങനെ അവസാനം ശക്തനായ ആ റോബോട്ട് ഗളിവറിനെ പിടിച്ച് തിരിച്ചിട്ടു. അവന്റെ നിക്കറിൽ പിടിച്ച് തൂക്കിയെടുക്കുകയാണ്. ആ റോബോട്ട് അവനെ അങ്ങനെ തന്നെ രാജാവിന്റെ മുന്നിൽ കൊണ്ടുപോയി. അങ്ങനെ തൂങ്ങിക്കിടന്ന ഗളിവർക്ക് സത്യമെല്ലാം പറയാതെ വേറൊരു മാർഗമില്ലായിരുന്നു. അവന്റെ രാജ്യത്തെ പ്രസിഡന്റ് അവനല്ല എന്നും അവരോട് പറഞ്ഞ കഥകളെല്ലാം കള്ളമാണെന്നും അവൻ തുറന്നു പറഞ്ഞു. ഇത് കേട്ട തിയോഡർ രാജാവിനും രാജകുമാരിക്കും അവനോട് വലിയ ദേഷ്യം തോന്നി. ലില്ലിപുട്ട് രാജ്യത്തെയും രാജാവിനെയെല്ലാം ഇത്രയും ദിവസങ്ങളായി ഗളിവർ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. എഡ്വേർഡ് അവനെ ഒരു കപ്പലിൽ കെട്ടിയിട്ട് മറ്റൊരു ദ്വീപിലേക്ക് കടത്തി വിടുകയാണ്. ഇത്രയും നാളും നീ ഈ ലില്ലിപുട്ടിന് ചെയ്ത സേവനങ്ങളെല്ലാം മതി. ഇനി ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത് ഞാനാണെന്നും എഡ്വേർഡ് പറയാൻ മറന്നില്ല. ഇത്രയും നാൾ നീ ചെയ്ത തെറ്റിന് ശിക്ഷയായി നീ മറ്റൊരു ദ്വീപിലായിരിക്കണം ശിഷ്ടകാലം ജീവിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞാണ് ആ ദ്വീപിലേക്ക് കയറ്റിവിട്ടത്. അവൻ ആ ദ്വീപിൽ ചെന്നപ്പെട്ട ഉടൻ തന്നെ ഒരു വലിയ പെൺകുട്ടി അവനെ പിടിച്ചെടുത്ത് ഒരു കുപ്പിയിലാക്കുകയാണ്. അവൻ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ആ ദ്വീപിന്റെ പ്രത്യേകത എന്തെന്നാൽ അവനെക്കാളും വലിപ്പമുള്ള മനുഷ്യരാണ് ആ ദ്വീപിലുള്ളത്. അതായത് ഗളിവർ ലില്ലിപുട്ടിൽ വലിയൊരു മനുഷ്യനായിരുന്നുവെങ്കിലും അവൻ എത്തിപ്പെട്ട ദ്വീപിൽ തീരെ ചെറിയ മനുഷ്യനാണവൻ. അവനെ പിടിച്ചെടുത്ത ആ പെൺകുട്ടി അവനെ ഒരു കളിപ്പാട്ടം മാത്രമായാണ് കണ്ടത്. ആ പെൺകുട്ടിയുടെ കളിപ്പാട്ടവും ബാർബി ഡോളുമെല്ലാമുള്ള അലമാരയിൽ തന്നെ അവൾ അവനെ സൂക്ഷിച്ചു. അതിനുശേഷം ബാർബി ഡോളിന് നൽകുന്ന വേഷങ്ങൾ തന്നെ അവനും നൽകി. ചുരുക്കം പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഒരു കളിപ്പാട്ടം മാത്രമായി മാറി അവൻ. അതേസമയം ലില്ലിപുട്ട് രാജ്യം കാണിക്കുകയാണ്. അവിടുത്തെ കടൽ തീരത്ത് മറ്റൊരു പെൺകുട്ടി ബോധമില്ലാതെ കിടക്കുകയാണ്. അത് മറ്റാരുമല്ല, ഗളിവറിന് ഇഷ്ടമുള്ള ഡാർസി എന്ന പെൺകുട്ടിയാണ്. ലില്ലിപുട്ടിലെ ജനങ്ങൾക്ക് ആ പെൺകുട്ടി വളരെ വലിപ്പമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഗളിവർ ചെയ്യാനായിരുന്ന ബെർമുഡ ട്രയാങ്കിളിലെ ട്രാവൽ വ്ലോഗ് ചെയ്യാനായി ഇറങ്ങിയതായിരുന്നു അവളും. അങ്ങനെ ആ വലിയ ചുഴലിക്കാറ്റിൽപ്പെട്ടാണ് ലില്ലിപുട്ടിൽ വന്നെത്തിപ്പെട്ടത്. ലില്ലിപുട്ടിലെ ജനങ്ങളെല്ലാം തന്നെ അവളെ ആ കടൽക്കരയിൽ തന്നെ കെട്ടിവെക്കുകയാണ്. ഗളിവർ മുമ്പ് അവരോട് പറഞ്ഞത് അവന്റെ രാജ്യത്ത് അവന്റെ രാജ്ഞി എന്നത് ഡാർസി എന്നൊരു പെണ്ണാണെന്നാണ്. ഡാർസി ഇവിടെ എഡ്വേർഡിനെ സ്വയം പരിചയപ്പെടുത്തി കൊടുത്തപ്പോഴാണ് എഡ്വേർഡിനും കാര്യം മനസ്സിലാകുന്നത്. ഗളിവർ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാണ് ഈ ഡാർസി എന്നും അവൻ മനസ്സിലാക്കി. ഒട്ടും വൈകിക്കാതെ തന്നെ ഡാർസിയെ പിടിച്ച് തടങ്കിലാക്കി. ഇതേസമയം ഡാർസിയെ തുറങ്കിലടച്ച ജയിൽ കാണിക്കുകയാണ്. ലില്ലിപുട്ടിന്റെ രാജാവായ തിയോഡർ രാജാവും ജയിലിൽ അകപ്പെട്ടിരുന്നു. ഗളിവർ പരാജയപ്പെട്ടതിനു ശേഷം ബ്ലഫേഷ്യ രാജാവിന്റെ സഹായത്തോടുകൂടി എഡ്വേർഡ് ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. അവൻ ഞങ്ങളിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത് ഞങ്ങളെ തടവിലാക്കി. തിയോഡർ രാജാവിന്റെ കൂടെ തന്നെ പ്രിൻസസും അവിടെ ഉണ്ടായിരുന്നു. രാജാവിന്റെ ഈ അവസ്ഥ ഹൊറോഷ്യോ എന്ന ചെറുപ്പക്കാരൻ മറഞ്ഞു നിന്ന് കണ്ടിരുന്നു. രാജ്യത്തെയും രാജാവിനെയും രക്ഷിക്കാനായി ഇനി ഗളിവറിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂവെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഹൊറോഷ്യോ ഗളിവറിനെ മാറ്റിപ്പാർപ്പിച്ച ദ്വീപിലേക്ക് യാത്രയായി. അവിടെ ഹൊറോഷ്യോ എങ്ങനെയൊക്കെ എത്തിപ്പെടുകയാണ്. അവിടുത്തെ ജനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഹൊറോഷ്യോ വളരെയധികം ചെറുതായതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ വീട്ടിലെത്താൻ അവന് വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള ഗളിവർ ചെറുതാണ്, അതിലും തീരെ ചെറുതാണ് ഹൊറോഷ്യോ. ഹൊറോഷ്യോ ഗളിവറിനെ കണ്ടുമുട്ടുകയാണ്. അവർ അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാനായുള്ള പദ്ധതികൾ നോക്കുകയാണ്. അപ്പോഴാണ് ആ പെൺകുട്ടിയുടെ കളിപ്പാട്ടങ്ങൾ സൂക്ഷിച്ചു വെച്ച മറ്റൊരു അലമാരയിൽ മറ്റൊരു രൂപം കണ്ടത്. മരിച്ചുപോയ ഒരു US എയർഫോഴ്സ് പൈലറ്റിന്റെ ഒരു അസ്ഥികൂടമായിരുന്നു അത്. ഗളിവറിനെ പോലെ തന്നെ കളിപ്പാട്ടമായി കണ്ട് പിടിച്ചോണ്ട് വന്നതായിരുന്നു അയാളെ. അങ്ങനെ എയർഫോഴ്സ് പൈലറ്റ് ഇങ്ങനെ ഒരു കോലമായി മാറി. ആ പൈലറ്റിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന പാരഷൂട്ട് ഉപയോഗിച്ച് ഗളിവർ ഹൊറോഷ്യോയും കൂട്ടി ലില്ലിപുട്ടിലേക്ക് യാത്രയായി. അവർ ലില്ലിപുട്ടിൽ എത്തിയതിനു ശേഷം ആദ്യം കണ്ടത് ഡാർസിയെ ആയിരുന്നു. ഇത്തവണ അവൻ അവളെ കണ്ടയുടൻ
തന്നെ അവന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. അവൾ എന്തായാലും അവൻ ചെയ്ത കള്ളത്തരങ്ങളും ആർട്ടിക്കിൾ ഇന്റർനെറ്റിൽ നിന്ന് കോപ്പി ചെയ്തതുമെല്ലാം ക്ഷമിക്കുകയാണ്. അതിനുശേഷം അവൾക്കും അവനെ ഇഷ്ടമുള്ള രീതിയിൽ തന്നെ സംസാരിക്കുകയാണ്. ഗളിവർ ആ തടവിലുള്ള രാജാവിനോട് ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന പദ്ധതി എന്തെന്നാൽ എഡ്വേർഡുമായി ഒരു തവണ കൂടി പോരടിക്കുക എന്നതാണ്. ഇത്തവണ എന്ത് സംഭവിച്ചാലും അവന്റെ ആ വലിയ റോബോട്ടിനെ താൻ കീഴടക്കുമെന്ന് പറഞ്ഞു. ഈ തവണ ഞാൻ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല പോരാടുന്നതെന്നും ലില്ലിപുട്ട് എന്ന രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് പോരാടുന്നതെന്ന് പറഞ്ഞു. അവന്റെ ഈ വാക്കുകൾ കേട്ട് രാജാവിന് വീണ്ടും അവനോട് വിശ്വാസം തോന്നി. അങ്ങനെ ഗളിവറിന്റെ നിർദ്ദേശപ്രകാരം എഡ്വേർഡ് ഒരു പോരിന് തയ്യാറായി. എഡ്വേർഡ് തന്റെ കൈവശമുള്ള വലിയ റോബോട്ടുമായാണ് പോരിന് വന്നത്. ഫൈറ്റ് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഗളിവർ തന്റെ ആവശ്യം എഡ്വേർഡിനോട് പറഞ്ഞു. ഈ പോരിൽ താൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ലില്ലിപുട്ട് രാജ്യവും അവിടുത്തെ മനുഷ്യരെയും വെറുതെ വിടണമെന്നും രാജ്യസിംഹാസനം തിരികെ തിയോഡർ രാജാവിനെ നൽകണമെന്നും ഗളിവർ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ പോരിൽ എഡ്വേർഡ് തോൽക്കുകയാണെങ്കിൽ ഈ രാജ്യം മൊത്തത്തിൽ നശിപ്പിക്കുമെന്ന് എഡ്വേർഡ് ഗളിവറിനോട് പറഞ്ഞു. ഒട്ടും താമസിക്കാതെ തന്നെ ഫൈറ്റ് ആരംഭിച്ചു. ഫൈറ്റിന്റെ ആദ്യത്തെ നിമിഷങ്ങളിൽ ഗളിവർ പരാജയം ഏറ്റുവാങ്ങി. ഗളിവർ പല രീതിക്കും ആ വലിയ റോബോട്ടിനെ അടിച്ചു വീഴ്ത്താൻ ശ്രമിച്ചെങ്കിലും ആ റോബോട്ടിന്റെ വലിയ ശക്തിക്ക് മുന്നിൽ അവൻ വീണുപോയി. അതേസമയം ഗളിവറിനെ രക്ഷിക്കാനായി, അവനെ സഹായിക്കാനായി ഹൊറോഷ്യോ അവിടേക്ക് വരികയാണ്. അതിനുശേഷം എഡ്വേർഡ് ഇരുന്ന ആ റോബോട്ടിന്റെ ഉള്ളിലേക്ക് ഹൊറോഷ്യോ കയറുകയാണ്. ഇതിനുള്ളിൽ കയറിയ ഹൊറോഷ്യോ ആ റോബോട്ടിന്റെ വയറുകൾ വിച്ഛേദിച്ചു. അപ്പോഴേക്ക് ആ റോബോട്ടിന്റെ ശക്തി നശിച്ചിരുന്നു. റോബോട്ട് അങ്ങനെ പതിയെ നിന്നു പോകുന്ന അവസരം നോക്കി ഗളിവർ ആ റോബോട്ടിന്റെ മുകളിലേക്ക് എടുത്തു ചാടി അങ്ങനെ അതിനെ കീഴ്പ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ആ റോബോട്ടിനെയും അവൻ അവിടെ നശിപ്പിച്ചു കളയുകയാണ്. ഇത് കണ്ടു നിന്ന രാജാവും ജനങ്ങളും കൈയടിച്ചു. രാജാവിനെയും രാജ്യത്തെയും തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഗളിവർ ഡാർസിയുമായി ആഘോഷിച്ചു. രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഹൊറോഷ്യോ കാണിച്ച ധീരതയ്ക്ക് പ്രതിഫലമായി രാജകുമാരിയുടെ സമ്മതത്തോടെ രാജകുമാരിയെ കല്യാണം കഴിക്കാൻ രാജാവ് അനുവാദം നൽകി. പ്രിൻസസ് മേരിയും ഹൊറോഷ്യയും അങ്ങനെ അവിടെ വെച്ച് ചുംബിക്കുകയാണ്. അപ്പോഴാണ് റോബോട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന എഡ്വേർഡ് രാജകുമാരിയെ പിടിച്ചുമാറ്റി ബന്ദിയാക്കി. രാജകുമാരിയെ വാളിന്റെ തുമ്പിൽ നിർത്തി ബാക്കിയുള്ളവരെല്ലാം ആട്ടിപ്പായിച്ചു. അപ്പോഴാണ് രാജകുമാരി ധൈര്യം സംഭരിച്ച് തിരിഞ്ഞു നിന്ന് അവന്റെ മുഖത്ത് നോക്കി ആഞ്ഞടിച്ചു. അങ്ങനെ രാജ്യത്തിന്റെ ചാരനായ എഡ്വേർഡിനെ രാജാവ് തുറുങ്കിലടച്ചു. എല്ലാം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഗളിവറും ഡാർസിയും ആദ്യമായി അവിടെ ചുംബിക്കുകയാണ്. ഇതേ സമയം തന്നെ ബ്ലിഫൂഷ്യ രാജാവും സൈന്യവും ഒരു യുദ്ധത്തിനായി അവിടെ വീണ്ടും എത്തിയത്. ഇത്തവണയും ഗളിവർ തന്നെ ആ ആക്രമണം തടഞ്ഞു നിർത്തുകയാണ്. അവിടെ എത്തിയ ഗളിവർ രണ്ട് രാജ്യത്തിലെ രാജാക്കന്മാരുമായി ഇരുന്ന് സംസാരിക്കുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ചേർന്ന് ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കാൻ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. അങ്ങനെ ബ്ലിഫോഷ്യ രാജ്യവും ലില്ലിപുട്ട് രാജ്യവും ഒരു കരാറിന്റെ മേൽ യുദ്ധം അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഗളിവറിനെയും ഡാർസിയെയും അവർ ശരിയാക്കിയ ബോട്ടിൽ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. ഗളിവർ ന്യൂസ് പേപ്പർ കമ്പനിയിലെ ജോലി രാജിവെച്ചു. പകരം അവനിപ്പോൾ ട്രാവൽ വ്ലോഗ് റൈറ്ററാണ്. ഡാർസി പറയുന്നത് പോലെ അവന് കൊടുത്ത എല്ലാ ട്രാവൽ അസൈൻമെന്റ്സും അവൻ സ്വന്തമായി തന്നെ എഴുതി പൂർത്തിയാക്കി. അങ്ങനെ അവരുടെ ജീവിതം വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്കും ചെയ്യണേ.